ടൈപ്പ് റൈറ്റിംഗും ഷോർട്ട് ഹാൻഡും പഠിച്ചാൽ ജോലി കിട്ടുന്ന ഒരു കാലമുണ്ടായിരുന്നു. വിവരസാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടത്തിൽ ടൈപ്പ് റൈറ്ററിന് വഴി ഒതുക്കി കൊടുക്കേണ്ടി വന്നു. എന്നാൽ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്ന ചില ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഒരു തലമുറയുടെ ജോലി സ്വപ്നങ്ങൾക്ക് ഈ താളമായിരുന്നു. ഈ കുഞ്ഞയന്ത്രത്തിൻ്റെ പ്രവർത്തനം പഠിച്ചവർ തെക്കോട്ടും വടക്കോട്ടും തീവണ്ടി കയറി. മദ്രാശിയിലും കൽക്കട്ടയിലും ഡൽഹിയിലും ബോംബെയിലും ഗൾഫിലുമൊക്കെ മെച്ചപ്പെട്ട ജീവിതത്തിൻ്റെ മഷി പുരട്ടി. കാലം മാറി, കഥ മാറി. ഇപ്പോൾ പഴയ പ്രതാപമില്ല. എന്നിരുന്നാലും പുത്തൻ തലമുറ പൂർണ്ണമായും മുഖം തിരിച്ചിട്ടുമില്ല. PSCയുടെ ജോലി സാധ്യതകൾ കൂടുതലാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഇപ്പോൾ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് വേണം കമ്പ്യൂട്ടറിലേക്ക് സ്പീഡിൻ്റെ ഇതിന് കയറാൻ വേണ്ടിയിട്ട്. PSC വിളിച്ചു കഴിയുമ്പോഴാണ് കുട്ടികൾ ഇങ്ങനെ ഒരു തസ്തികകൾ കാണുന്നതും അപ്പം ടൈപ്പ് പഠിക്കണമല്ലോ എന്ന് പറഞ്ഞ് വരുന്നത്. പിന്നെ LDC പരീക്ഷയ്ക്ക് 6 മാസത്തിനകം ഇതിൻ്റെ വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് PSC നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുന്നുണ്ട് കുട്ടി. പ്രതാപകാലം അതിലാണ് മങ്ങിയിരിക്കുക. ടൈപ്പ് റൈറ്റർ നിർമ്മാണം ഒട്ടുമിക്ക കമ്പനികളും അവസാനിപ്പിച്ചു. മുൻകൂട്ടി ബുക്ക് ചെയ്താൽ ചിലർ നിർമ്മിച്ചു നൽകും. 1,00,000 ലക്ഷത്തോളം രൂപയാണ് പുതിയതിൻ്റെ വില. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. നൊസ്റ്റാൾജിയ നൽകുന്ന ഒരു ശബ്ദവും കാഴ്ചയുമല്ലേ. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട് തത്സമയം. രഘു, റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിലുള്ള ഒരുപാട് മനുഷ്യരുടെ വലിയ സ്വപ്ന ജോലിയായിരുന്നു ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുക, ഒരു ജോലി നേടുക എന്നൊക്കെ പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഞാനൊക്കെ വളർന്നു വരുന്ന ഒരു പ്രായമായപ്പോഴേക്കും ടൈപ്പ് റൈറ്റിംഗ് ഒന്നും ആ ഒരു സംവിധാനമൊന്നും ഇല്ല. അതിങ്ങനെ ഒരു നൊസ്റ്റാൾജിയായി പലരും പറഞ്ഞു കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. രഘുവിന് അത്തരത്തിൽ പങ്കുവെക്കാൻ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? ഈ 90കളിൽ ജനിച്ചവരുടെ വരെയെങ്കിലുമൊക്കെ ഓർമ്മയിൽ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാവും നാട്ടിൻപുറങ്ങളിൽ. കാരണം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അതിൻ്റെ ഒരു പ്രതാപം കുറഞ്ഞു വരുന്നൊരു സമയമായിരുന്നു. ഞാൻ സ്കൂളിലേക്ക് ബസ് കയറാൻ പോകുന്ന ആ ജംഗ്ഷനിൽ ഒരു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ എൻ്റെ കൂട്ടുകാരുമൊക്കെ അവിടെ പോയിരുന്നു. അവിടെ അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. ഞങ്ങളത് ആ ടൈപ്പ് റൈറ്ററായിട്ട് തമാശയ്ക്കൊക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അതൊരു നൊസ്റ്റാൾജിയാണ്. എൻ്റെ മുന്നത്തെ തലമുറയ്ക്ക് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറയുന്ന സൗഹൃദത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഒക്കെ ഇടങ്ങളായിരുന്നു. അങ്ങനെ എത്രയോ പ്രണയങ്ങൾ ഈ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അവർക്ക് അത് ആ കാലത്തിലുള്ള മനുഷ്യരോട് ചോദിച്ചാൽ വളരെ സന്തോഷത്തോടെ, കാരണം ഈ കോളേജിലൊക്കെ പോകുന്നത് പോലെ ആളുകൾ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയ കാലമുണ്ടായിരുന്നു. ആളുകൾ ക്യൂ നിന്ന്, അതായത് ഒരു ബാച്ച് കഴിഞ്ഞ് അടുത്ത ബാച്ച് കയറാൻ വേണ്ടി കാത്തു നിന്ന് ഒരു കാലം ഈ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഉണ്ടായിരുന്നു. എന്തായാലും ആ കാലമൊക്കെ മാറി. ആ കാലം മാറിയെങ്കിലും ഇപ്പോഴും പല സർക്കാർ ഓഫീസുകളിലും ടൈപ്പിസ്റ്റ് എന്നുള്ളൊരു തസ്തികയുണ്ട്. അതിലേക്കൊക്കെ മത്സരം ആളെണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് പല ആളുകളും, നല്ല ബുദ്ധിയുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ ഇത്തരത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പോയി പഠിച്ച് ആ തസ്തികയിലേക്ക് ജോലിക്ക് പ്രവേശിക്കുന്നുണ്ട്. ഇപ്പോഴും പല സർക്കാർ ഓഫീസുകളിലെ പല തസ്തികകളുടെയും പ്രൊമോഷന് ഈ ടൈപ്പ് റൈറ്റിംഗ് ആവശ്യമാണ്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അങ്ങനെയുള്ള ആളുകളും ഇവിടേക്ക് വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ തൊട്ട് മുന്നിലത്തെ തലമുറയ്ക്ക് അവരുടെ ഒരു ജീവിതം മെച്ചപ്പെട്ടതാക്കാൻ ഈ ചെറിയ മെഷീൻ, അതായത് ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡും ഒക്കെ പഠിച്ചു പോയ മനുഷ്യരാണ് നമ്മുടെ തൊട്ട് മുന്നിലത്തെ തലമുറ. വിദേശത്തൊക്കെ പോയവർ ധാരാളം പണമൊക്കെ ഉണ്ടാക്കിയത് ഈ മിഷൻ്റെ കൂടി, അല്ലെങ്കിൽ ആ ഒരു അറിവിൻ്റെ കൂടി ബലത്തിലാണ്. എന്തായാലും ഇപ്പോൾ ഈ മെഷീൻ ഉണ്ടാക്കുന്നില്ല. നമ്മൾ ആ ടീച്ചറിനോട് സംസാരിച്ചപ്പോൾ ഗോദ്രേജ് കമ്പനി ഈ മെഷീൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിന് മുൻപേ നമ്മൾ പണം കൊടുത്ത് ബുക്ക് ചെയ്യണം. അപ്പോൾ ഒരു 1-2 മാസമൊക്കെ കൊണ്ട് വരും. എന്തായാലും കുറച്ച് മനുഷ്യരെങ്കിലും, ഈ വാർത്ത കാണുന്ന കുറച്ച് ആളുകൾക്കെങ്കിലും അവരുടെ ഒരു നൊസ്റ്റാൾജിയിലേക്ക്, അവരുടെ ഒരു ഒരുപാട് പേർക്ക് നൊസ്റ്റാൾജി ഉണ്ടാവും. ഒരു കാലഘട്ടത്തിലെ കുറേ മനുഷ്യരുടെ ജീവിതം കരുപ്പിടിപ്പിച്ചൊരു യന്ത്രമാണ് എന്ന് തന്നെ പറയാം. എന്തായാലും പ്രതാപം പൂർണ്ണമായും ചോർന്നു പോയിട്ടുമില്ല.